ഹായ് മൈ ഡിയർ ഫാമിലി, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കപ്പയും കരളുമാണ്. ഒരുവിധം എല്ലാവർക്കും അതിഷ്ടമായിരിക്കും അല്ലേ? ഞാനിപ്പോൾ കുറച്ച് കരൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീനാക്കി എടുക്കുക. അതിലേക്ക് നമുക്കൊരു അരപ്പ് വേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, നമ്മുടെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് കരളൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം ഞാനൊരു സവാള നന്നായിട്ട് അരിഞ്ഞും കൂടി എടുത്തിട്ടുണ്ട്. കരൾ ഒരു വിസിലാകുമ്പോഴത്തേക്കും വേഗം അതൊന്ന് മാറ്റി വയ്ക്കുക. ശേഷം മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ കരളി പുരട്ടാനായിട്ട് വെച്ചിരുന്നില്ലേ, ആ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, അതിൻ്റെ കുറച്ച് അരപ്പ് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളകും പച്ചമുളകും അരച്ചത് കൊണ്ട് തന്നെ എരി കാണും. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ആ പച്ചമണം ഒന്ന് പോകുന്നത് വരെ വാട്ടി കൊടുക്കുക. കണ്ടോ, നമ്മുടെ കരളിവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ വെള്ളം മാറ്റിയിട്ട് ചെറുതായിട്ട് നമുക്ക് ഈ അരപ്പിലോട്ട് ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് മൂടി വയ്ക്കാം. കണ്ടോ, ഇവിടെ നമ്മുടെ കരൾ നല്ല സൂപ്പറായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ചൂട് കപ്പേരോടെ കഴിക്കാനായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.